ഇനി വാഹനവുമായി ടോൾ പ്ലാസകളിൽ പണമടയ്ക്കാൻ കാത്തു നിൽക്കേണ്ട. ട്രാഫിക് ബ്ലോക്കുകളിൽപ്പെട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയവും കളയണ്ട. 2024 മാർച്ചോടെ രാജ്യത്ത് ടോൾ പ്ലാസകൾ ഇല്ലാതാവാൻ പോവുകയാണ്. പകരം പുതിയ GPS അധിഷ്ഠിത സംവിധാനം നിലവിൽ വരും. അങ്ങനെ ടോൾ പിരിവുകൾ ഇനി മുതൽ ഹൈടെക് ആകുമെന്നർത്ഥം. അതിനായിട്ടുള്ള നടപടികളുമായി നീങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. അതായത് ഫാസ്ടാഗിന് പകരം ടോൾ പിരിവിന് പുതിയ രീതി നിലവിൽ വരികയാണ്. ഇത്തരത്തിൽ GPS സംവിധാനം നിലവിൽ വരുന്നതോടെ രാജ്യത്തുടനീളം ഹൈവേകളിൽ നിന്ന് ടോൾ പ്ലാസകൾ എടുത്തുകളയും. 2014 മാർച്ചോടെ ഈ സംവിധാനങ്ങളെല്ലാം നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് GPS സംവിധാനം നിലവിൽ വരുമ്പോഴുള്ള ഗുണങ്ങൾ അഥവാ മാറ്റങ്ങൾ എന്നറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഹൈവേകളിൽ ഗതാഗത കുരുക്കുകളിൽപ്പെട്ട് നട്ടം തിരിയേണ്ട എന്നത് തന്നെ. ഗതാഗത കുരുക്ക് എന്നേക്കുമായി ഇല്ലാതാവും. അതുകൂടാതെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ദൂരത്തിനനുസരിച്ച് മാത്രമേ വാഹന ഉടമയിൽ നിന്ന് ടോൾ നികുതി ഈടാക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് GPS അധിഷ്ഠിതമാക്കിയുള്ള ടോൾ സിസ്റ്റം പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇന്ന് പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് GPS ടോൾ സിസ്റ്റം. ക്യാമറ ഉപയോഗിച്ച് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് റീഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. വാഹനം കടന്നു പോകുമ്പോൾ ഇതിലൂടെ ക്യാമറകൾ വഴി ഓട്ടോമാറ്റിക്കായി നമ്പർ പ്ലേറ്റുകൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ടോൾ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈടാവുകയും ചെയ്യും. ഈ പുതിയ സംവിധാനത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം 2 സ്ഥലങ്ങളിൽ ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. GPS സംവിധാനം പ്രവർത്തിക്കുന്നത് വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ചെറിയൊരു ഉപകരണം വഴിയാണ്. ദേശീയപാത അതോറിറ്റിക്ക് ഇതിലൂടെ യാത്രയിലുടനീളം വാഹനത്തിന്റെ സ്ഥാനം നിരീക്ഷിക്കാൻ സാധിക്കും. ഇതുപോലെ വാഹനം എത്ര ദൂരം സഞ്ചരിച്ചെന്ന് അറിയാനും കഴിയും. ഈ സംവിധാനം നിലവിൽ വരുന്നതോടുകൂടി വാഹനം ടോൾ കൊടുക്കാൻ നിർത്തേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. ഫാസ്ടാഗ് ഘടിപ്പിച്ച വാഹനം ടോൾ ബൂത്തിൽ മാത്രമാണ് തിരിച്ചറിയപ്പെടുന്നത്. പക്ഷേ GPS കണക്ട് ചെയ്ത വാഹനം യാത്രയിലുടനീളം നിരീക്ഷണത്തിലായിരിക്കും. ആധുനിക വാഹനങ്ങൾ ഈ സാങ്കേതിക വിദ്യയോടെയാണ് നിർമ്മിച്ചു വരുന്നതെങ്കിലും നിലവിലുള്ള വാഹനങ്ങളിൽ ഇത്തരം ഉപകരണം ഘടിപ്പിക്കേണ്ടി വരും. അതുപോലെ 60 കിലോമീറ്റർ ഇടവേളയിലാണ് ടോൾ ബൂത്തുകൾ ഉള്ളതും. ഇവയ്ക്കിടയിൽ മാത്രമാണ് നാം യാത്ര ചെയ്യുന്നതെങ്കിൽ ടോൾ കൊടുക്കേണ്ടി വരില്ല. അതേസമയം ടോൾ ബൂത്തുകൾ മുറിച്ച് കടന്നുകൊണ്ടുള്ള ചെറിയ യാത്രകൾക്ക് പോലും മുഴുവൻ തുകയും ഈടാക്കുകയും ചെയ്യും. സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ദൂരത്തിനനുസരിച്ചായിരിക്കും ടോൾ നൽകേണ്ടത്. ടോൾ പ്ലാസയിലെ തിരക്ക് കുറയ്ക്കാൻ ഇപ്പോഴും ഫാസ്ടാഗുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പുതിയൊരു രീതി പരീക്ഷിക്കുന്നത്. മിക്ക ടോൾ പ്ലാസകളിലും വാഹനങ്ങളുടെ നീണ്ട നിരയും ഇതേ തുടർന്നുള്ള ട്രാഫിക് ബ്ലോക്കുകളും പതിവ് കാഴ്ചകളാണ് താനും. GPS സംവിധാനം വരുന്നതോടുകൂടി വലിയ ഗതാഗത കുരുക്ക് ഒഴിവാകുമെന്നതിൽ സംശയമില്ല. ഇത് മാത്രമല്ല, അമിത വേഗത്തിൽ പോകുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാനും സാധിക്കും. നിലവിലുള്ള ഫാസ്ടാഗ് സംവിധാനത്തിന്റെ പ്രവർത്തനം ഇപ്രകാരമാണ് നടക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു RFID ടാഗാണ് ഫാസ്ടാഗ്. ടോൾ ബൂത്തുകളിലെ RFID റീഡറുകൾ കാറിന്റെ വിൻഷീൽഡിൽ കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ടാഗ് റീഡ് ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് പണം ഈടാക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഈ സംവിധാനത്തിലൂടെ പ്രതിദിനം 120 കോടി രൂപയാണ് ലഭിച്ചിരുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫാസ്ടാഗ് വരുന്നതിന് മുൻപ് ടോൾ ബൂത്തുകളിലെ വാഹനങ്ങളുടെ കാത്തിരിപ്പ് സമയം 8 മിനിറ്റും ഫാസ്ടാഗ് സംവിധാനം വന്നതോടുകൂടി ഇത് 45 സെക്കൻഡുമായി കുറഞ്ഞുവെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്നിരുന്നാലും തിരക്കേറിയ നഗരപ്രദേശങ്ങളിലെ ടോൾ ബൂത്തുകളിലെ തിരക്ക് ഇപ്പോഴും വളരെ കൂടുതലാണ്. എന്നാൽ പുതിയ സംവിധാനം എത്രത്തോളം വിജയകരമായിരിക്കുമെന്നത് ഇത് പ്രവർത്തിച്ചു തുടങ്ങിയതിനു ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ.